നമസ്കാരം. ഇത് എൻ്റെ സ്വന്തം നാടാണ് ചാലക്കുടി. ഞാൻ മാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പോൾ നാട്ടിൽ വരുമ്പോഴൊക്കെ ചേച്ചിയുടെ മക്കളും ചേട്ടന്മാരുടെ മക്കളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകാമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ എവിടെയാണ് പോകണ്ടേന്ന് ആലോചിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു നമുക്ക് കേരളപ്പഴനി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കേരളപ്പഴനി എന്ന് പറഞ്ഞൊരു അമ്പലം നാട്ടിലുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. പഴനി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ആ പഴനി മലയും അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതൊന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങി. രാവിലെ പോണതിൻ്റെ ഗുണങ്ങൾ ഒന്ന്, റോഡിൽ വലിയ തിരക്കുണ്ടാവില്ല. രണ്ട്, അവിടെ ചെല്ലുമ്പോൾ വെയിലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വീഡിയോ എടുക്കാനായിട്ട് നല്ലത് രാവിലെയാണല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ ഇറങ്ങി. അപ്പോൾ റോഡിൽ വലിയ തിരക്കും ബഹളമൊന്നുമില്ലാതെ അവിടേക്ക് എത്താൻ പറ്റി. പിന്നെ ഈ ചാലക്കുടിയിൽ നിന്ന് പോകുമ്പോൾ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കേരളപ്പഴനി അമ്പലം ഉള്ളത്. അപ്പോൾ ചാലക്കുടിയിൽ നിന്ന് പോകുമ്പോൾ ആമ്പല്ലൂർ ബൈപ്പാസിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മാക്സിമം ഒരു 10 കിലോമീറ്റർ പോയാൽ മതി. ഒരു 20-25 മിനിറ്റ് പോയാൽ മതി ഈ അമ്പലം എത്തും. ഞങ്ങൾ നേരത്തെ ആ വഴിക്കൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ അമ്പലം എത്തിയപ്പോഴാണ് ഞങ്ങൾ അയ്യോ ഇതാണല്ലോ അമ്പലം എന്നറിഞ്ഞത്. അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം താഴെ ഈ അമ്പലത്തിൻ്റെ വക പാർക്കിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ചും കൂടെ മുൻപോട്ട് പോയി ഒരു സ്ഥലം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് അമ്പലത്തിലേക്ക് സ്റ്റെപ്പ് കുറച്ച് കയറി കഴിഞ്ഞപ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഉണ്ടെന്ന് മനസ്സിലായത്. ഇവിടെ പഴനി അമ്പലത്തിലെ പോലെ തന്നെ വഴിപാടായിട്ട് ഇവിടെ കാവടിയുണ്ട്. ഈ അമ്പലത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് വെച്ചാൽ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ്. ഇവിടെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. പഴനിയിലെ പോലെ, പഴനിയിലെ അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ഇവിടെ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. അതിപ്പോൾ അവിടെ ചെന്ന സമയത്ത് അതൊന്നും എണ്ണി നോക്കാനൊന്നും അത്രയ്ക്ക് ഓർത്തില്ലായിരുന്നു. ശരിക്കും അമ്പലം കണ്ടാലും നമുക്കൊരു തമിഴ്നാട് ടച്ച് ഉണ്ട്. ഒന്നാമത്തെ കാരണം തമിഴ്നാടിൻ്റെ അമ്പലങ്ങളുടെ ഒരു നിർമ്മാണ രീതിയാണ് ഈ അമ്പലത്തിൻ്റെ. രണ്ടാമത് തമിഴ്നാട്ടിലെ പോലെ തന്നെ ഭയങ്കര കളർഫുള്ളാണ് ഈ അമ്പലം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഒരു വലിയ ആലാണ്. അപ്പോൾ ഞങ്ങൾ പോയത് രാവിലെ ആയതുകൊണ്ട് നല്ലൊരു തണുത്ത കാറ്റും നല്ലൊരു അന്തരീക്ഷമായിരുന്നു ആ സമയത്ത്. വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ചൂടൊന്നും അധികമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടുത്തെ. ഇപ്പം പഴനി മലയുടെ മുകളിലല്ലേ അമ്പലം, അതുപോലെ തന്നെ ഇതൊരു മലയുടെ മുകളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ മുകളിൽ ചെന്ന് നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അമ്പലത്തിൽ അത്യാവശ്യം ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്കൊന്നുമില്ല. പക്ഷെ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായി അമ്പലത്തിൽ. ഞങ്ങൾ പോയതൊരു സൺഡേ ആയിരുന്നു. അതുകൊണ്ടാണോ ഈ തിരക്കെന്ന് അറിയില്ല. ഇനി സാധാരണ ദിവസങ്ങളിലും ഇവിടെ ഇത്രയ്ക്ക് തന്നെ തിരക്കുണ്ടോ അതൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇവിടെ കുറച്ച് തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ അമ്പലത്തിൻ്റെ പേര് തന്നെയാണ്. ഈ കേരള പഴനി എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു ആകർഷണം തോന്നുമല്ലോ. ആ പഴനി അമ്പലത്തിൻ്റെ ഒരു ഏകദേശം അതുപോലെയൊക്കെ ആയിരിക്കും എന്ന് തോന്നുമല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു പേര് വന്നത്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആവാനൊരു സാധ്യതയുണ്ട്. സന്ദർശകരുടെ തിരക്കാണ്. ഇവിടെ ഇതുപോലെ ചെറിയ കടകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ ഊട്ടുപുരയുണ്ട്. അവിടെ അന്നദാനമുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഒരു സന്ദർശകരുടെ ഒരു തിരക്കാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പഴനിക്ക് ആൾക്കാർ പോണത് എല്ലാവരും ഭക്തി കൊണ്ടുള്ളൊരു പോക്കല്ലല്ലോ. ഇപ്പം നമ്മൾ ടൂറൊക്കെ പോകണില്ല അങ്ങോട്ട്. അതുപോലെ ഇവിടേക്കും സന്ദർശകരുടെ ഒരു തിരക്ക് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ചിമ്മിനി ഡാമിലേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ചിമ്മിനി ഡാമിലേക്ക് പോയി. പോകുന്ന വഴി ഒരു ചെറിയ കട കണ്ടു. അവിടെ അത്യാവശ്യം സ്നാക്സ്, ഈ പഴംപൊരി, പരിപ്പ് വട, സമോസ ഇതൊക്കെ കിട്ടും. പിന്നെ അത്യാവശ്യം ജ്യൂസൊക്കെ കിട്ടുന്നൊരു കടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ചിമ്മിനി ഡാമിലേക്ക് പോയി.